പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ഇംഗ്ലീഷ് സൂപ്പർ താരമായിട്ടുള്ള ജൂഡ് ബെല്ലിംഗാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി 2 ഗോളുകൾ നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ജൂഡ് ബെല്ലിംഗാം ആയിരുന്നു. നിലവിൽ ബെല്ലിംഗാമിന് ഇഞ്ചറിയുടെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഈ ഇഞ്ചറി ബെല്ലിംഗാമിന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു ഷോൾഡർ ഇഞ്ചറിയെ തുടർന്ന് അദ്ദേഹം സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ആ ഒരു ഇഞ്ചറി ബെല്ലിംഗാമിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ബെല്ലിംഗാമിന്റെ ഇഞ്ചുറി ഇംഗ്ലണ്ട് ടീമിന് ആശങ്ക നൽകുന്നത് തന്നെയാണ്. എന്നാൽ പോലും സെമി ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബെല്ലിംഗാം കളിക്കും. അദ്ദേഹം 100% ഫിറ്റ് അല്ലെങ്കിൽ പോലും അർജന്റീനയ്ക്കെതിരെ ബെല്ലിംഗാം കളിച്ചേക്കുമെന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ മികച്ച ഫോമിലാണ് ബെല്ലിംഗാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബെല്ലിംഗാമിന്റെ സാന്നിധ്യം ഇംഗ്ലണ്ട് ടീമിന് പ്രധാനമാണ്. എന്തായാലും അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗാം കളിച്ചേക്കും. അടുത്തൊരു കാര്യം, ഫുട്ബോൾ ലോകം ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം. അങ്ങനെ ഇപ്പോൾ അർജന്റീന ടീമിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് ഇതിഹാസമായിട്ടുള്ള ജോ കോൾ. ലയണൽ മെസ്സി ഇംഗ്ലണ്ടിനെതിരെ ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. മത്സരത്തിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ഉറക്കിക്കെടുത്തു. എന്തായാലും അർജന്റീനയെ ഞങ്ങൾ തകർക്കും. ഞങ്ങൾ ഫൈനലിൽ കയറുകയും ചെയ്യും. അർജന്റീനയുടെ ഒരു ഫിസിക്കൽ ഗെയിമിനെ മറികടക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ ഇംഗ്ലണ്ട് ടീമിനുണ്ട്. അർജന്റീനയെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. ആ ഒരു കാര്യം 100% ഉറപ്പാണ്. മത്സരത്തിൽ എന്തായാലും ഞങ്ങൾ ലയണൽ മെസ്സിയെ പൂട്ടുകയും ചെയ്യും. അദ്ദേഹത്തിനെ ഉറക്കിക്കെടുത്തുമെന്നാണ് മത്സരത്തിന് മുൻപ് ഇംഗ്ലണ്ട് ഇതിഹാസമായിട്ടുള്ള ജോ കോൾ പറയുന്നത്. നിലവിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലയണൽ മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെ നേരിടാനായിട്ട് പോകുന്നത്. ശക്തരായിട്ടുള്ള ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് സാധിക്കുമോ എന്നല്ല കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.